സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് സൗഹൃദരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ ടീമിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മൾ ഈ എപ്പിസോഡിൻ്റെ വചനത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനും ഫാമിലിയുണ്ട്. അവർക്കായിട്ട് നമുക്കൊന്ന് രണ്ട് വാക്ക് പ്രാർത്ഥിക്കാം. UAE നിന്ന് നോബിൾ തൻ്റെ കുടുംബം ആണ് അവർ ദൈവവേലയെ സ്നേഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ സമയം ഇപ്രകാരം ഒരു ദൈവ വേലയെ ദൂരത്തുനിന്ന് സഹായിക്കുവാൻ ഒരുക്കിയ അവിടുത്തെ മക്കൾ നോബിളിനായി തൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എത്രയോ കാലങ്ങളായിട്ട് അവർ അങ്ങയുടെ വേലയെ സ്നേഹിക്കുകയും ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്ന മക്കളായി കാണാൻ കേൾക്കാനൊക്കെ ഇടയായിട്ടുണ്ടല്ലോ. കർത്താവെ, അവർക്ക് ധാരാളം പ്രതിഫലം കൊടുത്തവരെ ആദരിക്കുമാറാകണമേ, മാനിക്കുമാറാകണമേ. അങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കണക്കിലേക്ക് ചേർക്കപ്പെട്ടു എന്ന്. ആ വിധത്തിൽ ആ മക്കളെ അനുഗ്രഹിക്കണം. ഇവിടെ എല്ലാ കാര്യങ്ങളുടെ പേരും അവിടുത്തെ സാന്നിധ്യവും കൃപയും വിടുതലും നൽകണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് നമ്മൾ കയറുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം, ദൈവസഭ മഹാപീഠനത്തിൽ കടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ സഭ കർത്താവ് ചേർത്തതിന് ശേഷം ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്ത്? ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങുന്നത്. ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം, ആ കുറിവാക്യമായിട്ട് അത് വായിക്കും. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. വിലാപം എന്ന നിലയിൽ ഒരു വലിയ സംഘം ആൾക്കാർ പറയേണ്ടി വരുന്ന കാര്യങ്ങളെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയത്. നിന്റെ മേൽ വരുന്ന ന്യായവിധി 1 മണിക്കൂർ കൊണ്ട് വന്നല്ലോ. മഹാവലിയ പട്ടണം, ആ പട്ടണത്തെയും ന്യായവിധിയെയും ആ സമയത്തെയും കുറിച്ച് പിന്നാലെ ഓരോന്നായി ഞാൻ പറയുന്നതായിരിക്കും. എവിടെയെങ്കിലും തൊട്ടിട്ടിട്ട് കീറാമട്ടി പോലെ ആരെയും സമയം കളയത്തില്ല. കൃത്യം പറയുന്നു, പദ്യം പറയുന്നു, വ്യക്തമായി പറയും. സഭയ്ക്ക് ശേഷമുള്ള കാലത്തിൽ ഏതാണ്ട് അതിന് സമാപനത്തോട് അടുത്തപ്പോൾ ലോകത്ത് സംഭവിച്ച കാര്യത്തെക്കുറിച്ച്, സംഭവിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് വെളിപ്പാട് 17-18 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 18-ാമത്തെ അധ്യായത്തിലൊരു വാക്യമാണ് വായിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പായി പറയുന്നൊരു വാക്യം യെശയ്യാ 45:22 യെശയ്യാപ്രവചനം 45:22. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുകയും
ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. വിളി ദൈവത്തിൻ്റെ വിളിയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഉദയം മുതൽ അസ്തമയം വരെ എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ രാത്രി വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു. ആ വിളിയുടെ ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നിന്ന് രക്ഷപ്പെടുവി. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, ജീവനുള്ളവൻ, മനസ്സലിവുള്ളവൻ, സഹതാപം തോന്നുന്നവൻ, കരുണയുള്ളവൻ, ദയാലുവായവൻ, അനുകമ്പ തോന്നുന്നവൻ. ഈ ദൈവം അല്ലാതെ വേറെ ആരുണ്ട്? അവൻ്റെ ഛായയിൽ, അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു ജീവൻ നൽകിയ ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വന്നാൽ വളർന്നു വരുന്നത് പോലെ ആ ദൈവത്തിലേക്ക് തിരിയാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് കാണാതിരിക്കരുത്, നിങ്ങൾ ഇത് കേൾക്കാതിരിക്കരുത്. ഇത് തീരുവോളം എല്ലാ എപ്പിസോഡും കേൾക്കണം. അതുകൊണ്ട് യേശു ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് എന്ന പോലെ പറയാറുള്ളത്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ചെവി ഇല്ലാത്തവനോടല്ല പറഞ്ഞ്, ചെവി ഉള്ളവനോടാണ് പറഞ്ഞത്. ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, സഭ യേശു ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ സ്ഥിതി എന്ത്? ഏതാണ് ഈ സഭ? എന്താണ് ഞാൻ പറയുന്നത്? നിങ്ങൾക്കത് മനസ്സിലാകുമോ? ഏകദേശം ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി പറയാതിരുന്നാലത് ദൗത്യ നിർവഹണത്തിലുള്ള വീഴ്ചയല്ലേ? ആ വീഴ്ച വരാതിരിപ്പാൻ അപ്പോസ്തലർ പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഏതാണ് സഭ? നോക്കിയാട്ടെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. മതി. യേശുവിൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാ. ലോകത്തിൽ ദൈവത്തിന് ഉള്ള ഒരു സമ്പാദ്യമാണ് സഭ. ലോകം സഭയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആൾക്കൂട്ടത്തിനാണ്. പാർലമെൻറ്റിൽ കൂടുന്നത്, അസംബ്ലിയിൽ കൂടുന്നത്, സ്കൂൾ മുറ്റത്ത് കൂടുന്നത്, പഞ്ചായത്ത് അംഗങ്ങൾ ഒരുമിച്ച് കൂടുന്നത്, ഇങ്ങനെ എവിടെയെല്ലാം ആൾക്കൂട്ടമുണ്ടോ അതിനൊക്കെ പേരിടുന്നതാണ് സഭ. ഇവർക്ക് എല്ലാവരും മുദ്രാവാക്യമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാലം ഇതിനകത്ത് ആ രാഷ്ട്രീയ ഇതിലുണ്ടായിരുന്നതുമാണ്. ആ മുദ്രാവാക്യം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട്. ആൾക്കൂട്ടം എവിടെയുണ്ടോ അതാണ് സഭ. സഭ ലോകം കാണുന്നതല്ല സഭ. ഇവിടുത്തെ മനുഷ്യർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല സഭ. ഇവിടെ കാണുന്ന പലതും അല്ല കർത്താവിൻ്റെ സഭ. കർത്താവിൻ്റെ സഭയ്ക്ക് ക്വാളിറ്റിയുണ്ട്, അഥവാ അതിനതിൻ്റേതായ നിലവാരമുണ്ട്. ദൈവത്താൽ വിളിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ നാമത്തിനും അവിടുത്തെ രാജ്യത്തിനും വേണ്ടി ജീവിക്കുവാനായിട്ട് എന്നെ സമർപ്പിക്കുമ്പോൾ എന്നെ കർത്താവ് സഭയോട് ചേർക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതിനിങ്ങനെയാണ് വായിക്കുന്നത്: രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തു. മനുഷ്യൻ ചേർക്കുന്നില്ല, ചേർക്കാൻ പാടില്ല. മനുഷ്യൻ ചേർക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സഭയല്ല. അപ്പോൾ കർത്താവിൻ്റെ സഭയിൽ കർത്താവാണ് ചേർക്കുന്നത്. അതിൻ്റെ യോഗ്യത യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റെടുക്കുന്നതും പഴയ ജീവിതത്തിൽ പാപത്തിൻ്റെ
ആ എല്ലാ ഊരാക്കുരുക്കിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി മുന്നോട്ട് വരുന്ന ജനം ഉൾക്കൊള്ളുന്നതാണ് സഭ. അത് അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ആ സഭയിലെ ഒരു അംഗം എന്ന് പറയുമ്പോൾ ആ അംഗത്തിൻ്റെ പ്രതീക്ഷ, പ്രത്യാശ, ഭാവി മരണം കൊണ്ട് തീരുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ സംസാരിച്ചോ പറഞ്ഞു, ഇത്തിരി പ്രായമുള്ള ഒരാളാണ്, ഈ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഭാവികളായ ഈ ആൾക്കാർക്ക് വേണ്ടി എത്ര കാലങ്ങളായി ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. ഇന്നും അദ്ദേഹം അങ്ങനെ തന്നെയല്ലേ? അദ്ദേഹത്തിന് പാപം വിട്ടൊഴിയാൻ മനസ്സില്ലാതെ പാപത്തിൽ തുടരാൻ. എൻ്റെ ശ്രോതാക്കളായ സഹോദരങ്ങളെ, മിത്രങ്ങളെ, ഒരു പാപി പോലും ദൈവസഭയ്ക്കകത്തില്ല. ദൈവസഭയ്ക്കകത്തുള്ളവരാരും പാപികളല്ല. ആ സഭയെ ചേർത്ത കാര്യമാണ് പറയുന്നത്, ചേർക്കുന്ന കാര്യമാണ് പറയുന്നത്. ചേർത്ത് കഴിഞ്ഞാലത്തെ സ്ഥിതിയാണ് പറയാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റേതാണെങ്കിൽ ദൈവം ഒരു മുദ്രയിട്ടിട്ടുണ്ട്. കൈമേൽ മുദ്രയിടുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. ആ സഭയ്ക്ക് ശേഷമുള്ള മഹാപീഡന കാലത്തിൽ അന്തിക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. കർത്താവ് മുദ്രയിട്ടത് പരിശുദ്ധാത്മാവിനാലാണ്, അത് ഹൃദയത്തിലാണ്. അത് കർത്താവാണ് ഇട്ടത്. കർത്താവിട്ടു, പരിശുദ്ധാത്മാവിനാലിട്ടു, ഹൃദയത്തിലിട്ടു. അതിനെ കണ്ടാൽ കർത്താവിനറിയാം, അതിന് നോക്കിയാൽ കർത്താവിനറിയാം. ആ മനുഷ്യർ വന്ന മാറ്റം ലോകത്തിൽ നോക്കിയാൽ അറിയാം. ആ സഭയെ ചേർത്താൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കർത്താവ് മാനസാന്തരപ്പെട്ടവരെ സമം രക്ഷിക്കപ്പെട്ടവരെ സമം വീണ്ടും ജനിച്ചവരെ സമം വിശുദ്ധന്മാരായി തീർന്നവരെ കർത്താവ് മുദ്രയിട്ടവരാണ്. ആ സഭയെ ചേർക്കാൻ കർത്താവ് രണ്ടാമത് വരും. ആ സഭയുടെ സംരക്ഷകൻ. എത്രയോ ആൾക്കാർ കേട്ടിട്ടുണ്ട്, ഈ കാലത്തിൻ്റെ സംഭവം എല്ലാം കൂടെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണെന്ന്. പലരോടും വ്യക്തിപരമായും സഭയായും കൂട്ടമായും പല ഘട്ടങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് തിരുത്തി കൊടുത്ത് വായിച്ച് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഉറപ്പിക്കാൻ ഭാഗ്യവശാൽ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാനമായ സമയങ്ങൾ. അതിരിക്കട്ടെ, യൂദ എഴുതിയ ലേഖനത്തിൻ്റെ 24-ാമത്തെ വാക്യം. അതിന് അധ്യായമില്ല, ഒരധ്യായമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് അധ്യായം പറയലില്ല. എങ്കിലും 1-24 പറഞ്ഞാലും തെറ്റല്ല. വായിച്ചാട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. മതി. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന, നിങ്ങൾ വീഴാതെ വണ്ണം സൂക്ഷിച്ചോളണമെന്നല്ല. അത് മാനസാന്തരപ്പെട്ട അഥവാ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഹൃദയത്തിൽ യേശുവുള്ള ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു തനതായ മാറ്റമാണ് അവരവരെ സൂക്ഷിക്കുന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല, അതുകൊണ്ട് പോരാ. കർത്താവ് എന്ത് ചെയ്തു? വീഴാതെ വണ്ണം അവനെ സൂക്ഷിക്കുന്നു. ദൈവം സൂക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഈ നിൽപ്പ് നിൽക്കുന്നു. എനിക്ക് എന്നെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഒരുപാട് പ്രായമായിരുന്നു. 90 വയസ്സൊക്കെ കഴിഞ്ഞെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അവരോട് സന്തോഷമേ ഉള്ളൂ. എനിക്ക് 90 കഴിഞ്ഞില്ല, അടുത്തൊന്നും എത്താനുമായിട്ടില്ല, എന്തും ആകട്ടെ. പക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ തടിമുടുക്ക് കൊണ്ടും പരിചയം കൊണ്ടും പാരമ്പര്യം കൊണ്ടും പഴമ കൊണ്ടും തഴക്കം കൊണ്ടും ഒന്നുമല്ല. ഇവിടെ വായിച്ച കേട്ടോ, വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം
4ഉം 5ഉം വാക്യങ്ങൾ. 1 പത്രോസ് 1:4-5. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് രക്ഷയുടെ പൂർണ്ണത വരുന്നത് അന്ത്യകാലത്താണെന്ന്. അന്ത്യകാലം എന്ന് പറഞ്ഞത് ലോകാവസാനമല്ല സഹോദരങ്ങളെ. അങ്ങനെ പറയാതെ, അങ്ങനെ ചിന്തിക്കാതെ, അങ്ങനെ കേൾക്കരുത്. അത് വെറും മിഥ്യാവാക്കാണ്. കൃപായുഗ അവസാനം അഥവാ സഭായുഗ അവസാനം. ആ സഭായുഗ അവസാനത്തിൽ, കൃപായുഗ അവസാനത്തിൽ ഉള്ള കാര്യം അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മഹാദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഉപമയിൽ 100 ആടുണ്ടായിരുന്നിട്ട് ഒന്ന് തെറ്റിപ്പോയപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഒരെണ്ണത്തിനെ തേടിപ്പോയി. കണ്ടു കിട്ടുന്നത് പോലെ തേടി നടന്നു. തേടി ചെന്നിട്ട് അവനെ കണ്ടു കിട്ടിയപ്പോൾ ചുമലിലേറ്റി വീട്ടിൽ കൊണ്ടുവന്നു. അത്രയും പ്രവൃത്തി ചെയ്തത് കർത്താവാണ്. അത് അവിടുന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞെന്ന ഉപമയാണ്. എന്നതുപോലെ അങ്ങനെ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്ന, മനുഷ്യൻ അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ നിന്ന്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന്, ദാഹിക്കുന്ന ദാഹത്തിൽ നിന്ന്, കൊതിക്കുന്ന കൊതിയിൽ നിന്ന് അവനെ അവളെ മകളാക്കിയെങ്കിൽ, മകനാക്കിയെങ്കിൽ വീഴാതെ വണ്ണം അവരെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന് യൂദ എഴുതിയത്, പത്രോസ് എഴുതിയത്, അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഒന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് അവകാശം പ്രാപിക്കാനൊന്നുമില്ലെങ്കിലും അവിടെ എനിക്ക് അവകാശമുണ്ട്. കൃത്യമാണ്, വ്യക്തമാണ്, പദ്യമാണ്. പദ്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നൊരു വചനമുണ്ട്. അതിടയ്ക്ക് വിഷയത്തിൽ ചാടി അങ്ങ് പറഞ്ഞേക്കാം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അതാണ് പദ്യം. അതുപോലെ ആ പദ്യവചനത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന എനിക്ക് മറ്റൊന്നും നോക്കാതെ അതിനുവേണ്ടി രാപ്പകൽ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്ന എനിക്ക് അവിടെ അവകാശമുണ്ട്. സ്തോത്രം. അതിനായിട്ട് എന്നെ വീണ്ടും ജനിപ്പിച്ചതാണ്. എന്താ പറഞ്ഞു വന്നത്? സ്തോത്രം. സഭ ഏതാണ്? ഈ സഭയുടെ ആയുസ് എത്രത്തോളമാണ്? ഇപ്പോൾ ഇതിന് എത്ര വയസ്സുണ്ട്? ഞാനിങ്ങനെ കുസൃതിപരമായിട്ടൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. 2000-ത്തിലധികം വയസ്സ് കഴിഞ്ഞു ഈ സഭ ഭൂമിയിൽ ഉടലെടുത്തിട്ട്. ഇനി എത്ര ദിവസമുണ്ടാവും എനിക്കറിയത്തില്ല. ഡേറ്റ് ആരും കൊടുത്തിട്ടില്ല. കർത്താവ് ആരും കൊടുത്തിട്ടില്ല. എത്ര മണിക്കൂറുണ്ടാവും എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കേൾവിക്കാരെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞേക്കാം. ഈ 2050 ആകുമ്പോഴേക്കും ലോകമൊക്കെ ഞങ്ങൾ വളരെ സമത്വസുന്ദരമായ മനോഹര ലോകമാക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ടൊന്നും പുകഴണ്ട.
പ്രതീക്ഷിക്കേണ്ട, പ്രത്യാശിക്കുകയും വേണ്ട. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുവരെ എങ്ങാനും യേശു വന്നില്ലെങ്കിൽ ഇതൊരു ചാവേർപ്പടയുടെ ലോകമായിട്ടേ മാറുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശു വന്ന് സഭയെ ചേർത്ത് 7 വർഷത്തെ മഹാപീഡനം കഴിഞ്ഞ് ആ യേശു ഇവിടുന്ന് എടുത്ത സഭയുമായി തിരിച്ചിങ്ങോട്ട് വരുന്ന കാര്യം ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഇതിൻ്റെ ചേർച്ച വരാൻ വേണ്ടി പിന്നാലെ പറയും. ഈ പ്രയോജനമില്ലാത്തതും ഉപയോഗമില്ലാത്തതും സ്വപ്നം കാണിക്കുന്നതുമായ ഒരു പ്രദർശനം അല്ല ഈ പരിപാടി. മറിച്ച് കാര്യം പറയുന്ന, കാര്യം അറിയിക്കുന്ന, യേശു തുടങ്ങി വെച്ച പ്രസിദ്ധമാക്കുവാൻ, പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാൻ, പ്രതികാരകാലം പ്രസിദ്ധമാക്കുവാൻ, അത് പിന്നാലെ. അപ്പം പ്രസിദ്ധമാക്കുവാൻ യേശു തുടങ്ങിയതുകൊണ്ട്, അത് ഹാൻഡ് ഓവർ, അത് കൈമാറി തന്നതുകൊണ്ട്, അത് ശിഷ്യന്മാർ സ്വീകരിച്ച് അത് ക്രമത്തിൽ ചെയ്തതുകൊണ്ട്, ഇങ്ങനെ ചെയ്യുവീൻ എന്ന് യേശുവും അപ്പോസ്തോലിക ഗണങ്ങളും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എത്രയോ ആൾക്കാർ അതിനു വേണ്ടി തീവ്ര പരിശ്രമം നടത്തി ഈ നാമത്തിന് വേണ്ടി നിലകൊണ്ട് ഒടുവിൽ മരിച്ച് മൺമറഞ്ഞ് തിരശ്ശീലയ്ക്കപ്പുറം നിൽക്കുന്നത്. ഈ ഭൂമിയിലെ മണ്ണ് അനേക വിശുദ്ധന്മാരുടെ ചോര കുടിച്ചതാണ്. അതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തിന് വളർച്ചയല്ലാത്ത തളർച്ച വന്നിട്ടില്ല, വരികയുമില്ല. സ്തോത്രം. ഈ പ്രസ്ഥാനത്തിൽ അകാരണമായി ഇടപെട്ടിട്ടുള്ള എല്ലാവരും അതിന് രുചി അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ്. കർത്താവ് സഭയെ സൂക്ഷിക്കുന്നു, സഭയെ കർത്താവിൻ്റെ ശക്തിയിൽ കാക്കുന്നു. കർത്താവ് സഭയെ എഫേസ്യർ 5:24 പോറ്റി പുലർത്തുന്നു. സഭയുടെ നാഥൻ, ഉടമസ്ഥൻ, യജമാനൻ, അതിനുവേണ്ടി വില കൊടുത്തവൻ കർത്താവാണ്. കൊടുത്ത വില എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് വ്യക്തമല്ല, എങ്കിലും ഞാൻ പറഞ്ഞേക്കട്ടെ. അടുത്ത വീട്ടിൽ നിന്ന് ഞാനൊരു പശുവിനെ വാങ്ങി ചോദിച്ച് വില കൊടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ആയയിൽ കെട്ടുന്നു. അടുത്ത ദിവസം ഞാൻ അതിനെ പാല് കറന്നെടുക്കുന്നു. പിന്നത്തെ ദിവസം രാവിലെ ആ പശു തന്ന വീട്ടുകാരൻ ഈ പശുവിന് വേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പശുവാണ്, എനിക്ക് ഇത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞ വില തന്ന് വാങ്ങിക്കൊണ്ട് വന്നതല്ലേ, അതുകൊണ്ട് എനിക്കത് തരാൻ സാധ്യമല്ല. അദ്ദേഹം ഒരാൾക്കാരുമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുമില്ല സഹോദരങ്ങളെ. ഇതുപോലെ സഭയിലെ ഒരു അംഗത്തെ, സഭയെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്. വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് യേശു വിലക്കെടുത്ത എന്നെ എന്തൊക്കെ ആക്കിക്കളയുമെന്നുള്ള മനോചിന്തയിൽ ഞാൻ വിഷണനായിരിക്കുന്നെങ്കിൽ, ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആശങ്കപ്പെടുന്നെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് പറയട്ടെ, വിലക്കെടുത്തവൻ പരിപാലിക്കാൻ പ്രാപ്തനാണ്. വിലക്കെടുത്തവൻ ഉദ്ദേശം സഫലമാക്കാൻ പ്രാപ്തനാണ്. വിലക്കെടുത്തവൻ്റെ കയ്യിൽ അത് കിട്ടിയത് പിതാവ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ഈ വസ്തുവിനെ, ഈ വ്യക്തിയെ പിതാവിന് മുമ്പിൽ തിരിച്ചു കൊണ്ടുപോയി എണ്ണം കൊടുക്കണം. എണ്ണം കൊടുക്കണം. ആര്? യേശു എണ്ണം കൊടുക്കണം.
അതിൽ ഒന്ന് കുറഞ്ഞാൽ യേശു വിശ്വസ്തനല്ല, യേശു ദൈവവുമല്ല. പിതാവ് കൊടുത്തതെല്ലാം കൊണ്ട് ഏൽപ്പിച്ചാൽ യേശു വിശ്വസ്തനുമാണ്, യേശു സർവശക്തിയുള്ള ദൈവവുമാണ്. ഇങ്ങനെ കാര്യങ്ങളൊന്ന് വകതിരിച്ച് മനസ്സിലാക്കുകയും, മിന്നുന്നതെല്ലാം പൊന്നല്ല, കാണുന്നതെല്ലാം വിശുദ്ധന്മാരല്ല. വിശുദ്ധത എന്ന് പറയുന്നത് വസ്ത്രധാരണത്തിൽ മാത്രമല്ല, അത് ആക്റ്റല്ല, അത് പ്രകടനമല്ല, പ്രഹസനമല്ല, അതെങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടുന്ന പരിപാടിയല്ല. മറിച്ച് അത് കാണുന്നവർക്ക് രുചിയാണ് ആ മനുഷ്യനെ കാണുന്നത്, കേൾക്കുന്നവർക്ക് തണുപ്പാണ്, ചൈതന്യമാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലാണ്, ആശ്വാസമാണ്. അവൻ്റെ മേൽ ദൈവിക സാന്നിധ്യമുള്ളത് കൊണ്ടാണത്. ഞാൻ വേഗത്തിൽ വരട്ടെ. എഫേസ്യർ 2-ാം അധ്യായം 20-ാം വാക്യം 22 വരെയുള്ള 3 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ക്രിസ്തുവിന്റെ മേലെ പണിതിരിക്കുന്നു. പറഞ്ഞോ വായിച്ചു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ ആ സഭയാകുന്ന വിശുദ്ധ മന്ദിരം, സഭയാകുന്ന ആ കെട്ടിടം, സഭയാകുന്ന ആ സൗധം നിരന്തരം വളരുന്നു, അംഗസംഖ്യയിൽ വളരുന്നു. കൂടാതെ അതിലുള്ളവർ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുന്നു. ഈ സഭയെ മഹാപീഠത്തിൽ കൂടെ കടത്തിവിടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരുടെ വചനജ്ഞാനമില്ലായ്മയെക്കുറിച്ച് സഹതപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനേ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, കർത്താവ് സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഭൂമിയിലെ സ്ഥിതി അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താകും? അതാണ് വെളിപ്പാട് 18:10 വായിച്ചത്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ കാര്യങ്ങളുടെ വിശദീകരണം പിന്നാലുള്ള എപ്പിസോഡിൽ വരും. ഒരു കാര്യം ചിട്ടയായിട്ടും ക്രമത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെ ഓടിച്ചാടി കയറി പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അതിനെ ക്രമത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, സഭയെ സ്വർഗത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന വലിയ ദുരന്തം, വലിയ വിപത്ത് ആരെയും പേടിപ്പെടുത്താനല്ല, ആരെയും തെറ്റിദ്ധരിപ്പിക്കാനല്ല, മറിച്ച് അറിഞ്ഞില്ലെന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. പ്രസാദവർഷവും പ്രതികാര ദിവസവും അറിയിപ്പാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. യെശയ്യാ 61:1-2 പറഞ്ഞത്. ഞാൻ അവിടെ നിർത്തട്ടെ, അവസാനിപ്പിക്കട്ടെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. കർത്താവ് ഈ വാക്കുകളും വചനങ്ങളും നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, പുതുക്കുവാൻ, ഒരു നിറവിൽ എത്തുവാൻ സംഗതിയാകട്ടെ. കർത്താവ് നിങ്ങളെ വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.